നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിലുള്ള ബന്ദികളെ മോചിപ്പിക്കാനായി ഹമാസുമായി ചർച്ച പുനരാരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. ഇതിനായി പ്രതിനിധി സംഘത്തെ അയക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. US പ്രസിഡന്റ് ജോ ബൈഡനുമായി ഫോണിൽ ചർച്ച നടത്തിയതിനു ശേഷമാണ് ഇക്കാര്യം അറിയിച്ചത്. വെടിനിർത്തിയാൽ 120 ബന്ദികളെ മോചിപ്പിക്കാമെന്ന സൂചന ഹമാസ് നൽകിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് US, ഖത്തർ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ സമാധാന ചർച്ച പുനരാരംഭിക്കുന്നത്. മൊസാദിന്റെ മേധാവിയാണ് ഇസ്രയേൽ പ്രതിനിധി സംഘത്തെ നയിക്കുന്നത്. വെടിനിർത്തലിനായി നേരത്തെ നടത്തിയ 2 ചർച്ചകളും പരാജയപ്പെട്ടിരുന്നു. ബന്ദികളുടെ മോചനത്തിനായി ചർച്ചയ്ക്ക് സന്നദ്ധമെങ്കിലും എല്ലാ ലക്ഷ്യവും നേടാതെ യുദ്ധം നിർത്തില്ലെന്നും നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു. അതിനിടെ ഹിസ്ബുള്ള ഭീകരർ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ സൈനിക ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ സ്ഥിരീകരിച്ചു. വ്യാഴാഴ്ച ഉണ്ടായ ആക്രമണത്തിൽ ഡെപ്യൂട്ടി കമ്പനി കമാൻഡറായ ഇറ്റായ് ഗോലിയ ആണ് മരിച്ചത്. തെക്ക് പടിഞ്ഞാറൻ ലബനനിലെ ടയർ സിറ്റിയിൽ വെച്ച് ഹിസ്ബുള്ള കമാൻഡർ മുഹമ്മദ് നമേഹ് നാസറിനെ ഇസ്രയേൽ സൈന്യം കൊലപ്പെടുത്തിയിരുന്നു. ഇതിന്റെ പ്രതികാരമായി കഴിഞ്ഞ ദിവസം 200ഓളം റോക്കറ്റുകളും മിസൈലുകളും ഡ്രോണുകളും വടക്കൻ ഇസ്രയേലിലേക്ക് ഹിസ്ബുള്ള വിക്ഷേപിക്കുകയും ചെയ്തു. ഹിസ്ബുള്ളക്കെതിരെ ശക്തമായ തിരിച്ചടിയുണ്ടാക്കുമെന്ന് ഇസ്രയേൽ സൈന്യം മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസം ഹമാസും ഇസ്രയേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തി. ഇസ്രയേലും ടെഹ്റാൻ പിന്തുണയുള്ള ലബനീസ് മിലിഷ്യയായ ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുന്ന രംഗങ്ങൾക്കാണ് പശ്ചിമേഷ്യ സാക്ഷ്യം വഹിക്കുന്നത്. ലോകരാജ്യങ്ങളുടെ വിലയിരുത്തൽ പ്രകാരം ഒരു യുദ്ധത്തിന്റെ വക്കിലാണ് ഹിസ്ബുള്ളയും ഇസ്രയേലും. ഇസ്രയേലിലെ ഹമാസും ഗാസയിൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുന്നതിൽ പരാജയപ്പെട്ടാൽ അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് US രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി. ഇതിനിടെയായിരുന്നു ലബനനിൽ നിന്ന് ഇസ്രയേലിലേക്ക് 200-ന് മുകളിൽ റോക്കറ്റുകൾ ഹിസ്ബുള്ള വിക്ഷേപിച്ചത്. സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയായിരുന്നു കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നത്. ഹിസ്ബുള്ളയുടെ സീനിയർ കമാൻഡർ മുഹമ്മദ് നിമാഹ് നാസർ കൊല്ലപ്പെട്ടു. ഇതിന് മറുപടിയായിട്ടായിരുന്നു ആക്രമണം. 9 മാസത്തിനിടെ കൊല്ലപ്പെടുന്ന ഹിസ്ബുള്ളയുടെ 3ാമത്തെ ഉന്നത ഉദ്യോഗസ്ഥനാണ് നാസർ. അധിനിവേശ സിറിയൻ ഗോലാൻ കുന്നുകൾ, അൽ ജലീലി മേഖല, സഫദ്, നഹാരിയ തുടങ്ങിയ പുതിയ കേന്ദ്രങ്ങളെയും ഹിസ്ബുള്ള കഴിഞ്ഞ ദിവസം ആക്രമിച്ചിരുന്നു. കത്തീഷ റോക്കറ്റുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. കൂടാതെ ബുർഖാൻ മിസൈൽ ഉപയോഗിച്ചും ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ള അറിയിക്കുകയായിരുന്നു. ഒക്ടോബർ 7-ന് ശേഷം ഹിസ്ബുള്ള നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണമായിരുന്നു ഇത്. പുതിയ മേഖലയിൽ ഇനിയും ആക്രമണം നടത്തുമെന്നും ഹിസ്ബുള്ള ഉദ്യോഗസ്ഥനായ ഹാഷിം സഫീദീൻ വ്യക്തമാക്കി. പ്രതികരണങ്ങളുടെ പരമ്പര തുടർന്നുകൊണ്ടേയിരിക്കും. ശത്രുക്കൾക്ക് സങ്കല്പിക്കാനാകാത്ത സ്ഥലങ്ങളിലേക്ക് ആക്രമണ പരമ്പര തുടരുന്നതായിരിക്കും. നാസറിന്റെ അനുശോചനത്തിൽ സഫീദീൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ലബനൻ ഇസ്രയേൽ അതിർത്തികൾ ആഴ്ചകളായി നിലനിൽക്കുന്ന സംഘർഷത്തിലെ ഏറ്റവും വലിയ ആക്രമണമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. ഹിസ്ബുള്ളയുടെ ആക്രമണത്തിന് ശേഷം തെക്കൻ ലബനനിലെ നിരവധി നഗരങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്തുകയായിരുന്നു. തെക്കൻ അതിർത്തി പട്ടണങ്ങളായ റാമിയയിലെയും ഹൗലയിലെയും ഹിസ്ബുള്ളയുടെ സൈനിക വിഭാഗത്തെ ആക്രമിച്ചതായും ഇസ്രയേൽ സൈന്യം അറിയിക്കുകയായിരുന്നു. ഹൗലയിൽ ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് ലബനനിലെ ദേശീയ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസമായിരുന്നു ഇസ്രയേൽ ഹിസ്ബുള്ള നേതാവിനെ വധിച്ചത്. കൊലപാതകത്തിന് തൊട്ടു പിന്നാലെ ഹിസ്ബുള്ള അധിനിവേശ സിറിയൻ ഗോലാൻ ഹൈറ്റ്സിലേക്ക് കത്യൂഷ റോക്കറ്റുകളും ഹലാക് റോക്കറ്റുകളും വിക്ഷേപിക്കുകയായിരുന്നു. ഹിസ്ബുള്ളയുടെ ആക്രമണത്തെ തുടർന്ന് ഗലീലിലും അധിനിവേശ ഗോലാൻ ഹൈറ്റ്സിലും 10ഓളം സ്ഥലങ്ങളിൽ തീപിടുത്തമുണ്ടായെന്നും ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.